ഒറീസയിൽ ചരിത്രപരമായ പല സംഭവങ്ങളും ഉള്ളതായി നമുക്കറിയാമല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഖണ്ഡഗിരി കുന്നുകൾ. ആ കുന്നുകളിലേക്കുള്ള യാത്രയും അവിടെയുള്ള മനോഹരവും ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അതിൻ്റെ പ്രവേശന കവാടമാണ്. ഇവിടെ നമ്മുടെ അപ്പുറത്ത് വലിയ മൈതാനമുണ്ട്. അവിടെ നമ്മുടെ വാഹനം ഒതുക്കിയിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് വേണം പ്രവേശിക്കാൻ. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതുകൊണ്ട് ആ ശിലാലിഖിതത്തിൽ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചാൽ നമുക്ക് എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാകും. ചരിത്ര പ്രധാനമായ ഖണ്ഡഗിരി കുന്നുകൾ ഒഡീഷയിലെ ഭുവനേശ്വറിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതിയാണ് ഈ കുന്നുകളിലുള്ളത്. BC 2-ാം നൂറ്റാണ്ടിൽ കലിംഗ രാജാവായിരുന്ന കരവേലൻ്റെ ജൈന തുടാവസ്മി സന്യാസികൾക്കായി വലിയ ഒരു മലയിലെ കട്ടിയായ പാറകൾ തുരന്നുണ്ടാക്കിയ നിരവധി ഗുഹകൾ ഇവിടെയുണ്ട്. ഭിത്തികളിലൊക്കെ വളരെ മനോഹരമായ ശില്പവേലകൾ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ നാളുകൾക്ക് മുമ്പ് ഇന്നത്തെ പോലെ നൂതനമായ ആയുധങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഇതുണ്ടാക്കിയതെന്ന് ഓർക്കണം. ഉദയഗിരിയും ഖണ്ഡഗിരിയും ഒരു റോഡിന് ഇരുവശത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ട് വലിയ മലകളാണ്. ഉദയഗിരിയിൽ 18 ഗുഹകളും ഖണ്ഡഗിരിയിൽ 15 ഗുഹകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടുത്തെ ശില്പവേലകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ആ കാണുന്ന ഒരു മല തുരന്ന് 2 നിലയായിട്ടാണ് ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത്. പുരാതന ശില്പകലകളുടെ ഉത്തമ മാതൃകകൾ കൂടിയാണ് ഇവ. ഫോട്ടോ സെക്ഷന് പറ്റിയ നിരവധി സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അതിനാൽ ആൾക്കാർക്ക് വളരെ ഉത്സാഹമാണ്. ഭയങ്കര കയറ്റമാണെങ്കിലും അത് കയറി പോകുവാനായിട്ട്. അതുപോലെ മനോഹരമായ രീതിയിലാണ് അത് നിർമ്മിച്ചേക്കുന്നത്. നല്ല കയറ്റമാണ്. പക്ഷേ നമ്മളത് കാഴ്ചകൾ കണ്ടുകൊണ്ട് കയറുമ്പോൾ നമ്മൾ ആ കയറ്റമൊക്കെ മറന്നുപോകും. വളരെ മനോഹരമായ മനസ്സിന് കുളിർമ തരുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കട്ടക്ക് ഗുഹകൾ എന്നറിയപ്പെടുന്ന ഇവ ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ്. ഓരോ മുറി പോലെ കുത്തി ഉണ്ടാക്കിയേക്കാണ്. മനോഹരമായ തൂണും. അകത്തോട്ട് കയറിയാൽ ചിത്രപ്പണികളാണ്.
ഒരു ജൈന സന്യാസി മഠം ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ല കയറ്റങ്ങളുണ്ട്. സ്ത്രീകൾക്കും പ്രായമായവർക്കും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ കയറാൻ. മുറ്റം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ കാണുന്നതാണ് 2 നിലയുള്ള ഗുഹകളാണ്. 2 നിലകളുള്ള ഗുഹകൾ. ഇവിടുത്തെ 2 നിലകളുള്ള ഗുഹകൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടവയാണ്. നിരവധി കൊത്തുപണികളാൽ സമ്പന്നമാണിത്. നിരവധി പുതിയ കാഴ്ചകൾ നമ്മെ അവിടെ കാത്തിരിക്കുന്നു. മതപരവും ചരിത്രപരവുമായ ഈ ഗുഹകൾ വളരെ ഭംഗിയായി സംരക്ഷിച്ചു പോരുന്നു. വലിയ വലിയ പാറക്കല്ലുകൾ അവിടെ എവിടെയെങ്കിലായി കൂട്ടിയിട്ടിരിക്കുന്നു. ആ പുല്ല് പതിപ്പിച്ച സ്ഥലം പല പ്രാവശ്യമായി കാണുന്നു. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ കയറ്റം കയറി അങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ ഉള്ള വ്യൂ ആണ്. താഴെയും മേളിലായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആരെയും ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. കല്ലുപാകിയ മനോഹരമായ നടപ്പാതകൾ ഉണ്ട് ഇടയ്ക്കിടയ്ക്കായി. അവിടെ ഇരുന്നൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുകയാണ്. എന്നാൽ അവിടെ വേലി കെട്ടി പ്രത്യേകമായി തിരിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്തോട്ട് നമുക്ക് പ്രവേശനമില്ല. ഒരു ആനയുടെ വിഗ്രഹവും അവിടെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നു. 2 ആനകളുണ്ട്. 2. ഒഡീഷയ്ക്ക് തെക്ക് ഭാഗത്തായി 3 കിലോമീറ്റർ അകലെയായി ഈ ചരിത്ര സ്തൂപം സ്ഥിതി ചെയ്യുന്നു. വളരെ മനോഹരമായി കൊത്തിയെടുത്ത നിരവധി വലുതും ചെറുതുമായ ഗുഹകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അത് നോക്കി, നല്ല ഹൈറ്റുണ്ട്. അത്രയും ഹൈറ്റിലേക്ക് നമ്മൾ കയറി ചെല്ലണം. അങ്ങ് പരന്ന് കിടക്കുകയാണ്.
ഉദയഗിരി എന്നാൽ ഉദയഗിരി എന്നാൽ സൂര്യോദയ കുന്ന് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ നടകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കയറിപ്പോകാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ മുകളിൽ ചെന്നാൽ ആ സിറ്റി മുഴുവനും കാണാം. വളരെ അകലെയുള്ള സിറ്റി മുഴുവൻ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായൊരു വ്യൂ ആണ്. അങ്ങ് കാണുന്ന ആ സിറ്റിയാണ് സിറ്റി. ക്യാമറയിൽ അത്രേ കിട്ടുള്ളത്. ഇരുനിലയിലുള്ള റാണി ഗുംബയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹാദി ഗുംബ, അനന്ത ഗുംബ, ഗണേശ ഗുംബ തുടങ്ങിയ അനവധി ഗുഹകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതുപോലുള്ള ഓരോ പേരുകൾ ഓരോ ഗുഹയ്ക്കും ഉണ്ട്. ഉദയഗിരിയിലെ ഭിത്തിയിൽ കൊത്തിവച്ചിരിക്കുന്ന ഹാത്തിയം ഗുംബ ലിഖിതം വളരെ പ്രശസ്തമാണ്. ഇവിടെ പ്രവേശിക്കാനുള്ള സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. പ്രവേശന ഫീസ് ഒരാൾക്ക് 25 രൂപയാണ്. താഴേക്കിറങ്ങുന്ന വഴിക്ക് അഭിമുഖമായിട്ടാണ് ആ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെയൊക്കെ നിരവധി ആൾക്കാർ വിവിധ പോസുകളിൽ ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കാം. നമുക്കും അതുപോലെ അവിടെ പോയിരുന്ന് ഫോട്ടോ എടുക്കാവുന്നതാണ്. അവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ഒരുപാട് പേര് അതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ചരിത്രം അവിടെ പല ഭാഗത്തും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതി വച്ചേക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പല ഭാഗത്തായിട്ട് അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നത് ഒരു വലിയ ബോർഡാണ്.
ഇനി ഖണ്ഡഗിരി കുന്നിലേക്കുള്ള യാത്രയാണ്. നിരവധി സ്റ്റെപ്പുകൾ കയറിയാലേ നമുക്ക് അവിടെ ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വഴിക്ക് അഭിമുഖമായിട്ടാണ് ഈ രണ്ട് മലകളും സ്ഥിതി ചെയ്യുന്നത്. ഖണ്ഡഗിരി കുന്നിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായ വ്യൂ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുറച്ച് പേര് താഴേക്ക് ഇറങ്ങി പോകുന്നു, കുറച്ച് പേര് മേളിലോട്ട് കയറി വരുന്നു. ചെറിയൊരു വഴിയാണ്. നിരവധി നടകളും നടപ്പാതകളും ഒക്കെയുള്ള വഴിയാണ്. ക്ഷേത്രം പണി നടക്കുന്നേ ഉള്ളൂ. വെള്ള മാർബിൾ കൊണ്ടാണ് ആ ക്ഷേത്രം പണിയുന്നത്. ഒരു ആനയുടെ ശില്പമുണ്ട്. അതിന് ഒത്തിരി തുമ്പിക്കൈ നമുക്ക് കാണുവാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വിജയിപ്പിക്കുമല്ലോ. പഴയ കലിംഗരാജ്യം അഥവാ ഇന്നത്തെ ഒഡീഷയിലുള്ള ഈ അത്ഭുത നിർമ്മിതി ഏതൊരു ഭാരതീയനും കണ്ടിരിക്കേണ്ട ഒന്നാണ്.